ബാക്കിയായ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സാധാ പോലെ ബ്രെഡ് എടുക്കാം. ഒരു 5 പീസ് എടുത്താൽ മതി. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒന്ന് പൊതിർത്തി കൊടുക്കണം. ഓവറായിട്ട് ഒഴിക്കരുത്. ഇതുപോലെ പൊതിർത്തി കൊടുക്കണം. ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ട് ബാക്കിയായ ബ്രെഡാണ് ഞാൻ എടുത്തത്. കളയണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സാധാ പോലെ ബ്രെഡ് എടുത്താൽ മതിയേ. ഇനി ഒന്ന് കൈകൊണ്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കുതിർക്കാൻ വെക്കാം. ഇനി കുറേശ്ശെ എടുത്തിട്ട് നന്നായി പിഴിഞ്ഞ് കൊടുക്കണം. എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റണം. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുക്കണം. കുറച്ച് ബ്രെഡ് എടുത്തിട്ട് കൈകൊണ്ട് നന്നായി പിഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഇനി ഇതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കിയത് ഇട്ട് കൊടുക്കണം. 2-3 പച്ചമുളകും ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കിയത്, കുറച്ച് മല്ലിയില ചെറിയ പീസാക്കി കട്ടാക്കിയത്, ഒരു ക്യാരറ്റ് ചിരകിയെടുക്കുകയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കി എടുക്കുകയോ വേണം. ഫ്രൈ ആക്കിയ 2 പീസ് ചിക്കൻ ഇല്ലേ, അത് ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കിയതാണ്, അതും ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രം ഉപ്പിട്ട് കൊടുക്കണം. മൊത്തത്തിലങ്ങ് മിക്സാക്കി കൊടുക്കണം. എല്ലാം കൂടി നന്നായി മിക്സ് ആകണം. ഇത്രയും മതി. ഞാനില്ലേ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. ആൾക്കനുസരിച്ചിട്ടാണ് മുട്ട എടുക്കേണ്ടത്. 5 സ്നാക്സ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് 5 മുട്ട എടുത്തത്. അതിൽ നിന്ന് മുട്ടയുടെ മഞ്ഞക്കരുവില്ലേ, അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. പൊട്ടാതെ ഇട്ട് കൊടുക്കണം. നല്ലോണം ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുട്ടയുടെ വെള്ളയില്ലേ, അത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നേരത്തെ മസാലയില്ലേ കുഴച്ച് വെച്ച, അതിലേക്ക് ഈ മുട്ടയുടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. മൊത്തത്തിലങ്ങ് നന്നായി മിക്സ് ആകണം. ഈ മസാലയും മുട്ടയുടെ വെള്ളയും കൂടിയിട്ട് നന്നായി മിക്സ് ആക്കണം. ഇത്രയും മതി. ഒരു തവ വെച്ച് കൊടുത്ത് അത് ചൂടായാൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. എന്നിട്ട് എണ്ണയൊന്നും ഒഴിക്കാതെ ഇത് 1.5 കൈയിലോളം ഒഴിച്ചു കൊടുക്കണം. ചെറിയ കയ്യിലായതുകൊണ്ടാണ് 1.5 കൈയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അത്രേ വേണ്ടൂ, ഓവറായിട്ട് മാവൊന്നും വേണ്ട. ഇതുപോലെ ഇനി ഒന്ന് പരത്തി കൊടുക്കണം. എന്നിട്ട് നടുക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം. അവിടെയാണ് മുട്ടയുടെ മഞ്ഞക്കുരു ഒഴിക്കേണ്ടത്. ആ സ്പേസ് ഇല്ലെങ്കിലില്ലേ, ആ മഞ്ഞക്കുരു എല്ലാ ഭാഗത്തും എത്തും. അതേപോലെ തന്നെ ഒന്നുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1.5 കിലോ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുത്തിട്ട് നടുക്കൊരു സ്പേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ തവയായത് കൊണ്ടാണ് 2 എണ്ണം ഒഴിച്ചു കൊടുത്തത്. നിങ്ങളുടേത് വലിയ തവയാണെങ്കിൽ 2-3 എണ്ണം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഒന്നിച്ച് സ്നാക്സ് ഉണ്ടാക്കാം. അതിനും നടുക്ക് സ്പേസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുട്ടയുടെ മഞ്ഞക്കരുവില്ലേ, അത് പൊട്ടാതെ നടുക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ മറ്റേതിനും ചെയ്തെടുക്കണം. നടുക്ക് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് കുരുമുളക് വിതറി കൊടുക്കാം. ചുവന്ന മുളക് ക്രഷാക്കിയതുണ്ടെങ്കിൽ അതും കുറച്ച് വിതറി കൊടുക്കാം. ഉണ്ടെങ്കിൽ മതി. എന്തെല്ലാം നിങ്ങളെ കയ്യിൽ ഇല്ലെന്ന് വിചാരിച്ചാൽ അതെല്ലാം ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് മല്ലിയില ചെറിയ പീസാക്കിയതും ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഗീ ഇല്ലേ, അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഗീ ഒഴിച്ചു കൊടുത്തിട്ടില്ല. എണ്ണയായാലും മതി, ഗീ തന്നെ വേണമെന്നൊന്നുമില്ല. പക്ഷെ നല്ല മണവും ഉണ്ടാവും. ഇനി ലോ ഫ്ലെയിമിൽ 1-2 മിനിറ്റ് വെച്ച് കൊടുക്കണം. മുട്ടയുടെ മഞ്ഞക്കരു കളർ ചേഞ്ചായി വന്നാൽ നമുക്ക് തുറന്ന് നോക്കാം. ഇത്രയും മതി. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. അതും 1-2 മിനിറ്റ് വേവിക്കണം. തിരിച്ചിട്ട് കൊടുത്ത ശേഷം കുറച്ച് ഗീ വീണ്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് 2-3 മിനിറ്റ് വീണ്ടും വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ മൊത്തത്തിലായിരിക്കണേ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരാൾക്ക് ഒന്നേ വേണ്ടൂ, വയറ് നിറഞ്ഞോളും. ഈ റമദാനിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി സ്നാക്സാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്കിത് എടുത്ത് മാറ്റാം. ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഒരുപാട് സ്നാക്സ് വീഡിയോസ് ഉണ്ട്. എല്ലാം വെറൈറ്റിയാണ്, കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ചൂടോടുകൂടി കഴിക്കാം, ചൂടില്ലാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. ട്രൈ ചെയ്യാൻ ഉറപ്പായും മറക്കല്ലേ. താങ്ക് യു. അസ്സലാമു അലൈക്കും.